നമസ്കാരം. ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീമതി വിജയകുമാരി സോമനാണ്. ടീച്ചർ പ്രശസ്തയായ ഒരു അസ്ട്രോളജറാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ദോഷങ്ങൾ, ആ ദോഷങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് സംശയങ്ങൾ ഇന്ന് ടീച്ചറുമായി സംസാരിക്കാം. ടീച്ചർ, നമുക്ക് ജീവിതത്തിൽ പലവിധ തടസ്സങ്ങളും ഉണ്ടാകും. നമുക്ക് ചില തടസ്സങ്ങൾ നമ്മൾ ഈ ജാതകമോ ജ്യോതിഷമോ ഒന്നും നോക്കാതെ തന്നെ നമുക്ക് ചില സൂചനകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ആ സൂചനകൾ അതെന്തെല്ലാമാണെന്നൊന്ന് പറയാമോ? നമുക്ക് വരാനിരിക്കുന്ന ദോഷങ്ങളെ നമുക്ക് ചില സൂചനകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മൾ സ്ഥിരം നാമം ജപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന് തടസ്സം വരിക, അതുപോലെ ക്ഷേത്ര സന്ദർശനം നടത്തുന്ന വ്യക്തിയാണെങ്കിൽ അതിന് തടസ്സം വരിക, അങ്ങനെ നമ്മൾക്ക് വിഷമങ്ങൾ ഉണ്ടാകുക, ദുരിതങ്ങൾ ഉണ്ടാകുക, ഇതെല്ലാം നമുക്ക് വരാനുള്ള ദോഷത്തിന്റെ ഒരു സൂചന തന്നെയാണ്. അപ്പം അതിനായി നമ്മൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ഉടനെ തന്നെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക. നമുക്ക് പരദേവത ഉണ്ടെങ്കിൽ ആ പരദേവതയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക. അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തേ മതിയാകൂ. പരദേവത എന്ന് പറഞ്ഞാൽ ഭരദേവത എന്നാണ് പറയേണ്ടത്. ഭരദേവത എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തെ ഭരിക്കുന്ന ദേവത. അപ്പം നമ്മുടെ ഓരോ കുടുംബത്തിനും ഭരദേവതയുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള പരദേവത എന്ന് പറയുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്മയാണ്. അപ്പൊ വേറെ എങ്ങും പോകാൻ സാധിച്ചില്ലെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മുടെ ആ ദോഷം മാറിക്കിട്ടും. എന്നിട്ടും നമുക്ക് ദോഷങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രഹനില പരിശോധിക്കുക. ഗ്രഹനില പരിശോധിച്ച് ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ അതിന് വേണ്ട പരിഹാരം കൂടി ചെയ്യണം. ഇന്ന് നമുക്ക് ഇതിന് അറിവുള്ളവരും എല്ലാം പറഞ്ഞു തരാൻ ധാരാളം ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോയി നോക്കി ഇതിനുള്ള പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം ഉണ്ടാകും. നമ്മുടെ നിത്യദോഷങ്ങൾ ചില കുടുംബത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. രോഗദുരിതം കൊണ്ട് ഇങ്ങനെ മാറി മാറി രോഗങ്ങൾ വന്ന് നിത്യവും രോഗാവസ്ഥയിൽ കഴിയുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് ഒരു പരിധിവരെ കർമ്മരോഗം എന്ന് തന്നെ പറയാം നമുക്ക്. കാരണം മുജന്മ കർമ്മദോഷമാണത്. ആ കർമ്മങ്ങൾ നമ്മൾ സഞ്ചിത കർമ്മവുമായിട്ടാണ് നമ്മൾ പോരുന്നത് ഓരോ ജന്മം കഴിയുന്നതോറും. അപ്പൊ ആ സഞ്ചിത കർമ്മങ്ങൾ തീരുമ്പോൾ മാത്രമേ നമ്മളുടെ ദുഃഖവും ദുരിതവും മാറുകയുള്ളൂ. അപ്പൊ അത് തീരാനുള്ള ഒരു ഇതാണ് നാമസങ്കീർത്തനം. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോയി നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച് വഴിപാട് കഴിക്കുന്നതൊക്കെ നമ്മുടെ ബന്ധനങ്ങളെ എല്ലാം മാറിക്കിട്ടാനുള്ള ഒരു വഴി കൂടിയാണ്. അതിൻ്റെ കർമ്മബന്ധങ്ങളുടെ കെട്ടഴിഞ്ഞ് തീരുന്നതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ക്ഷേത്രത്തിൽ പോകുന്നതും. അത് സമയാസമയങ്ങളിൽ നമ്മൾ നടത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ ടീച്ചർ, പിറന്നാള് നമ്മുടെ എല്ലാ വർഷവും ചില ദിവസങ്ങളിൽ പിറന്നാള് വന്നാൽ വളരെ ദോഷകരമായിട്ട് ഭവിക്കും, കഷ്ടകാല സമയമാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുന്നത് ഇപ്പോൾ എപ്പോഴാണെന്ന് എല്ലാ ദിവസവും കുട്ടികൾ ജനിക്കും. ആ ദോഷമുള്ളതാണ് നമ്മൾ ജാതകത്തിലൂടെ മനസ്സിലാക്കുന്നത്. പൂർവജന്മ ദുരിതങ്ങളും ദോഷങ്ങളുമാണ് ജാതകത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ജാതകം നമ്മൾ തലക്കുറി എഴുതിയിട്ട് ആ തലക്കുറി വെച്ച് നമുക്ക് ആ കുട്ടിക്ക് ഓരോ പ്രായത്തിലും, അതായത് ഓരോ പിറന്നാളിനും നമ്മൾ കൂവളത്തില കൊണ്ട് അർച്ചന, മൃത്യുഞ്ജയ മന്ത്രമോ ശ്രീരുദ്ര മന്ത്രമോ ജപിച്ച് അർച്ചന ചെയ്യുന്നത് ഏറെ നല്ലതാണ്. അതുപോലെ തന്നെ അഭിഷേകം കഴിക്കുക. ശിവഭഗവാന് അഭിഷേകം ഏറ്റവും അഭിഷേകപ്രിയനാണ് ദേവൻ. ചെയ്യുക. അർച്ചന പ്രിയയാണ് ദേവിക്ക് അർച്ചന ചെയ്യുക. അതുപോലെ അലങ്കാരപ്രിയനാണ് നമ്മുടെ മഹാവിഷ്ണുവിന് അലങ്കാരങ്ങൾ, അതായത് ചന്ദനം ചാർത്തുക. അങ്ങനെയുള്ള ഓരോ രോഗത്തിനും മാറുന്നതിനായിട്ട് ഓരോ പരിഹാരങ്ങളുണ്ട്. അത് ചെയ്ത് രോഗനിവൃത്തി വരുത്തേണ്ടതാണ്. അതുപോലെ ശനിപ്പിറന്നാള് വന്നാല് കാരണന്മാർക്ക് ദോഷമുണ്ട്. അതുപോലെ ഏതോ ഒരു ദിവസം പിറന്നാള് വന്നാല് വിദ്യാലാഭമുണ്ട്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയാം. ബുധനാഴ്ച പിറന്നാൾ വന്നാൽ നല്ലതാണ്, വിദ്യാലാഭം എന്ന് പറയും. അതുപോലെ ചൊവ്വ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ദേവിക്ക് വഴിപാട് കഴിച്ചാൽ മതി. ചൊവ്വ വെള്ളിയാണെങ്കിൽ ദേവിക്ക് വഴിപാട് കഴിക്കുക. ശനിയോ തിങ്കളോ ആണെങ്കിൽ മഹാദേവന് വഴിപാട് കഴിക്കുക, ക്ഷേത്രത്തിൽ പോവുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഓരോ ദിവസത്തിനും പ്രത്യേകതയുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും നോക്കാതെ ജന്മനാളിൽ എവിടെയാണെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി
ആ കുട്ടിയുടെ പേരിൽ ഒരു അർച്ചന കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ആയുസ് ഉണ്ടായിട്ട് കാര്യമില്ല, ആരോഗ്യമില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ഫലവുമില്ല. അപ്പൊ നമുക്ക് രണ്ടും വേണം, ആയുസ്സും വേണം, ആരോഗ്യവും വേണം. അതുപോലെ തന്നെ ഈ ആയുസ്സും ആരോഗ്യവും ഉണ്ടായാൽ നമുക്ക് സമ്പൽ സമൃദ്ധിയും വേണം. അപ്പൊ അതിന് ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിക്കായിട്ടാണ് നമ്മൾ എവിടെയും പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിലെ മോശം സമയത്തെക്കുറിച്ചും ആ സമയങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ഈ ശരീരമായ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ടീച്ചർ നമ്മളോട് സംസാരിച്ചു. ഇതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.